നമ്മുടെ ഭാവി പ്രധാനമന്ത്രി സമരമുഖത്ത് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. പക്ഷെ ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. അതെ, ഈ ജൻസിയെ മുഴുവൻ കൂട്ടുപിടിച്ച് നോക്കുന്നുണ്ട്. എന്താണ് ഇതൊന്നും ഏൽക്കാത്തത്? ഇപ്പോൾ വീണ്ടും മറ്റൊരു സമരമുഖത്തിലേക്ക് കടന്നുണ്ട്. അത് ഏൽക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ 2004 മുതൽ തുടങ്ങിയതാണ്. 2004 മുതൽ അദ്ദേഹത്തിൻ്റെ നിരവധി പ്രക്ഷോഭങ്ങൾ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കൈയടി കിട്ടുന്ന വിഷയമായാലും അദ്ദേഹം അത് ഏറ്റെടുക്കും. ചായ്വാല മുതൽ നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കാനായിട്ട് എന്തെല്ലാം പറയാമോ അതെല്ലാം അദ്ദേഹം പറഞ്ഞു, അല്ലേ? ചൗക്കിദാർ ചോർ ഹേ. പിന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് കുറേ സമരങ്ങൾ. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ഇലക്ഷൻ്റെ പെട്ടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ബാലറ്റ് പേപ്പറിലാണെങ്കിൽ ഞാൻ എന്നേ ജയിച്ചേനെ എന്നും പറഞ്ഞുകൊണ്ട്, പിന്നെ അവസാനമായിട്ട് നടന്നത് ഇലക്ട്രൽ റോള് ശരിയാകുന്നില്ല. ഇങ്ങനെ അദ്ദേഹത്തിന് വോട്ട് ചോരി എല്ലാം പറഞ്ഞുകൊണ്ട് എത്രയോ സമരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബങ്കിപ്പൂരിൽ ജയിച്ചപ്പോൾ അതിനൊന്നും വിടുന്നില്ല. ബങ്കിപ്പൂർ എന്ന് പറയുന്നത് ബീഹാറിലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ഇലക്ഷൻ ഒരു നിയോജക മണ്ഡലം. അത് നാഷണൽ പ്രസിഡന്റ് നിതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, അല്ലേ? അപ്പം അവിടെ കോൺഗ്രസ് ജയിച്ചപ്പോൾ പിന്നെ നമ്മുടെ പ്രശാന്ത് കിഷോർ ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് യാതൊന്നും പറയാനില്ല. അവിടെ വോട്ട് ചോരിയൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ മെഷീന് കുഴപ്പമില്ല, ബാലറ്റ് പെട്ടിക്ക് കുഴപ്പമില്ല, പിന്നെ ഒന്നിനും കുഴപ്പമില്ല. അല്ലാത്തപ്പോൾ അദ്ദേഹം ഒന്നുകിൽ പിന്നെ മെഷീനെ കുഴപ്പം പറയും, ഇല്ലെങ്കിൽ ഇലക്ട്രൽ റോളിനെ കുഴപ്പം പറയും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അത് ദതിയ എന്ന് പറയുന്ന MP-യിൽ ഇപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു. അത് പിന്നെ മുമ്പ് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് അവിടെ ജയിച്ചിരുന്നത്. എന്നാൽ പോലും ഇപ്പോൾ വീണ്ടും ജയിച്ചു. അത് വേണമെങ്കിൽ മോദിക്ക് കള്ളത്തരത്തിൽ ജയിപ്പിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇതൊന്നും അദ്ദേഹം ടച്ച് പിടിക്കാത്ത ഇത്തരം 100 കാര്യങ്ങൾ ഇപ്പോൾ 100ാമത് സെഞ്ചുറി ആയിട്ട് അടിക്കുകയാണ്. പരാജയങ്ങൾ, അദ്ദേഹം ലീഡ് ചെയ്ത പരാജയങ്ങളുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഇപ്പോൾ. അതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായിരിക്കുന്നത് ഇനി പുതിയ മാർഗങ്ങളിലേക്ക് പോകണം എന്നുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ഏറ്റവും വേണ്ടത് അതാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ രാജ്യത്തിന് വേണ്ടിയായിരിക്കണം. എൻ്റെ രാജ്യത്തിന് ഗുണം വരുന്ന ഒരാശയം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കുന്നത് വരെ അതിൽ ഉറച്ചു നിന്ന് സമരം ചെയ്തോ അല്ലെങ്കിൽ ഏത് വിധത്തിലായോ അതിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയാൽ ആൾ ശ്രദ്ധിക്കും. അല്ലാത്ത ആരും ശ്രദ്ധിക്കില്ലെന്നേ. ഏത് സമരമായാലും ഇപ്പം നമ്മുടെ വിദ്യാർത്ഥി സമരം തന്നെ ശ്രദ്ധിക്കാനുള്ള കാരണം അവരത് കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുവന്നു. ആദ്യം 40 ദിവസം പിന്നെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സമാധാന സമരത്തിൽ കൊണ്ടുവന്നു. പിന്നെ അത് വലിയ അജിറ്റേഷനാക്കി കൊണ്ടുവന്നു. അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലൊരു സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസ് എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇപ്പം പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പറ്റുന്നതാണ് പ്രധാനമന്ത്രി ആവണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം പലതും കൊണ്ടുവരും. പക്ഷേ അതിന് സബ്സ്റ്റൻസ് കാണില്ല. ഇപ്പോൾ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റേത് വിഷയത്തെക്കുറിച്ച് അദ്ദേഹം വോട്ട് ചോരിയെക്കുറിച്ച് പറഞ്ഞാലും വോട്ട് ആരെങ്കിലും ഡിലീറ്റ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു നടത്തിയ സമരങ്ങളും എല്ലാത്തിലും അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നതാണ്. അദ്ദേഹം എന്താണോ അതിൻ്റെ കോർ ഇഷ്യൂ അതിൽ തൊട്ടിട്ടില്ല. പക്ഷേ ഇപ്പം വിദ്യാർത്ഥികൾ അല്ലാതൊരു സമരം നടത്തി നമ്മുടെ പ്രതിപക്ഷത്തിനെ ഔട്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു വെളിപാട് വന്നിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ പിടിച്ചാൽ ഇനി രക്ഷപ്പെടാം. ഇപ്പം ഛാത്രോം കി ഗുഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുമായിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് നീങ്ങാണ്. ഇപ്പോൾ പ്രയാഗിൽ UP-ൽ ഇന്നലെ അതിൻ്റെ പരിപാടികളായിരുന്നു. വലിയ ആളും ബഹളവും ഒക്കെ ആയിട്ട് നടത്തണം എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഉദ്ദേശിച്ച പോലെ ആളൊന്നും കിട്ടിയില്ലെങ്കിലും കോൺഗ്രസിൻ്റെ പരിപാടി എന്നുള്ളത് പോലെ അദ്ദേഹം അതിനെ കൊണ്ടുനടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പരിപാടി. 40 കോടി വിദ്യാർത്ഥികൾ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ 40 കോടി യുവാക്കളുടെ ജീവിതം അപകടത്തിലാണ്. അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിന് പ്രതിപക്ഷ നേതാവ് എൻ്റെ മാതാവും പിതാവും, മാതാവ് ഭരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ മൻമോഹൻ സിംഗ് പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു, അല്ലേ? അമ്മ ഭരിച്ചിരുന്നത്. അതിനു മുമ്പ് അച്ഛൻ രാജീവ് ഗാന്ധി ഭരിച്ചിരുന്നു. അതിനു മുമ്പ് അമ്മൂമ്മ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നു. അതിനു മുമ്പ് മൂത്ത അപ്പൂപ്പൻ ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നടന്നതെന്ന് അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടി ഇതൊക്കെ പറയാം. മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാനത് പഴയതെല്ലാം നടന്നുകൊണ്ട് ഇനി അത് മിണ്ടരുതെന്നല്ല. പക്ഷേ ആ കാലങ്ങളിൽ ഒന്നും ഉണ്ടാവാത്ത
മുദ്രാവാക്യങ്ങളുമായിട്ട് അദ്ദേഹം ഇതാണ് നമ്മുടെ ബേസ് എന്താണെന്ന് അറിഞ്ഞുകൂടാതെയാണ് അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ പറയുന്നത്. ഞാനിരുന്നപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇരുന്നപ്പോൾ, അച്ഛൻ ഇരുന്നപ്പോൾ, അപ്പൂപ്പൻ ഇരുന്നപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ, അമ്മൂമ്മ ഇരുന്നപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പം നരേന്ദ്രമോദി ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വരുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചു പോകുന്നത്. ഞങ്ങളുടെ കാലത്ത് ചിലത് നടന്നില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ ചിലത് പറ്റിയില്ല, പക്ഷേ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറണമായിരുന്നു എന്ന് പറയാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇതെല്ലാം ശരിയാക്കണം, ഇതെല്ലാം നരേന്ദ്രമോദിയുടെ കുഴപ്പമാണ്. ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞതാണെന്ന് നമുക്കെല്ലാം അറിയാം. അതൊരുവിധം ശരിയാക്കാനായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിലും PM ശ്രീ പദ്ധതിയിലും ഒക്കെ അദ്ദേഹം ഒരുപാട് നൂതന ആശയങ്ങൾ കൊണ്ടുവരികയും വിദ്യാർത്ഥികൾക്കും റിസർച്ചിനും മറ്റും പല സൗകര്യങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു പ്രശ്നം നിൽപ്പുണ്ട്. കാരണം വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം എക്സ്പെൻസീവാണ്. അതിൽ തന്നെ പകുതി സീറ്റുകൾ മാത്രമേ ഈ നീറ്റിലുമൊക്കെ ആളുകൾ കിട്ടുന്നുള്ളൂ. ബാക്കി പകുതി സീറ്റുകൾ മാനേജ്മെന്റ് കോട്ടയാണ്. കാശ് വാങ്ങിച്ചുകൊണ്ട് ആളുകൾ അപ്പോയിന്റ് ചെയ്യുന്ന വിധത്തിലേക്കുള്ള രീതിയിലേക്ക് വരെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ സത്യമാണ്. പക്ഷേ ആ സത്യങ്ങൾ ഈ രാഷ്ട്രം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ നടക്കാത്ത സത്യങ്ങളല്ല. അതൊക്കെ കുറേശ്ശെ കാലത്തിൽ മാറി വന്നിട്ടുള്ളതാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം ശ്രമിക്കുന്നത് ഈ ജൻസികൾ ഇങ്ങനെ കൂട്ടം കൂടി അവരാൾക്കൂട്ടം സൃഷ്ടിക്കുന്നത്, ആ ആൾക്കൂട്ടം എന്നിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ദേശവ്യാപക പ്രക്ഷോഭത്തിനാണ് നിൽക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ തവണയായിട്ട് പോയി ഈ പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ സംഘടിപ്പിക്കുകയാണ്. ഏതാണ്ട് 35%, 40%, പിന്നെ 30-ന് താഴെയുള്ള യുവാക്കൾ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ പലർക്കും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും തൊഴിലില്ല, വിദ്യാഭ്യാസം കിട്ടാതെ പലരും നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു രോമാഞ്ചം ഉണ്ടാക്കാൻ കിട്ടുന്ന മറ്റൊരു പദ്ധതിയാണ്. ഇതെല്ലാം ഫോറിൻ ഡിസൈൻഡ് ആണ്. കാരണം വിദേശത്തു നിന്നാണ് ഇതിനെല്ലാം ഐഡിയ വരുന്നത് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിൽക്കില്ലല്ലോ, എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു സാധനം കൊണ്ടുവരും. ആ സാധനമാണ് പിന്നെ ഒന്നുകിൽ വോട്ട് ചോരി ആയിരിക്കും, അതല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ ആയിരിക്കും, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സാധനം അവിടെ റിസർച്ച് ചെയ്തൊരു സാധനം ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ റിസർച്ച് നടന്നിരിക്കുന്നത് ഇതാണ്. വിദ്യാർത്ഥികൾ അത് ഇന്ത്യയുടെ ചങ്കാണെന്ന് അമേരിക്കയിലിരിക്കുന്നവർക്കും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും എല്ലാം നല്ലപോലെ അറിയാം. അപ്പോൾ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ മോദിയുടെ ആഫീസ് കൂട്ടിക്കാം എന്നുള്ളതാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അതിനെ വളരെ സീരിയസ് ആയിട്ട്, കാരണം ഇതിനകത്തൊരു സബ്സ്റ്റാൻസ് ഉണ്ട്, മാറ്റം വരേണ്ടതാണ്. ആ മാറ്റം ഞാൻ വരുത്തുമെന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ടാണ്. RSSും ഇതുപോലെ പറഞ്ഞു. മോഹൻ ഭാഗവതയുടെ ആ സമരത്തിനെ അനുകൂലിച്ചതിൻ്റെ കാരണം അതാണ്. കാരണം ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 50% മാനേജ്മെന്റ് കോട്ടയും 50% മെറിറ്റുമായിട്ടാണ് ഇപ്പോഴും പലയിടത്തും നടക്കുന്നത്, അല്ലേ? അതൊക്കെ മാറേണ്ടത് അത്യാവശ്യമാണ്. 1.5 കോടി മുടക്കിയാലേ ഡോക്ടർ ആവാക്കുള്ളൂ എന്നും വരുന്ന അവസ്ഥ. അപ്പം സാധാരണക്കാരന് ഇത് അപ്രാപ്യമാകില്ലേ? ഇപ്പോഴത്തെ പിള്ളേരൊന്നും അതൊന്നും സഹിക്കുന്നവരല്ല. അവർക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾ പരാജയം വന്നിട്ടും അയാൾ ഡോക്ടറാകുന്നു. നല്ല പഠിച്ച എനിക്ക് ഡോക്ടറാകാൻ പറ്റുന്നില്ല. അയാൾക്ക് അച്ഛന് 1.5 കോടി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് അയാൾ പോയി ഡോക്ടറായി, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ പിള്ളേരുടെ മനസ്സിലിരിക്കുന്ന വികാരങ്ങളാണ്. ഈ വികാരങ്ങളെ ഇന്നലെ ഉണ്ടായതല്ല. മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ആരുണ്ടാക്കിയതാണ്? എങ്ങനെ ഈ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് പലയിടത്തും ഇന്ത്യയിൽ നിലവിൽ വന്നു? അപ്പോൾ അതിനൊക്കെ പഴയ വേരുകൾ തേടിപ്പോയ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ തന്ത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഈ ഛാത്രോം കി കുഞ്ച്, അതായത് വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രിയാകാമോ എന്നുള്ള ഒരു നോട്ടമാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ ഇതിലെ എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം, നിങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ, അടൂർവാസിയുടെ പഴയ പാട്ട് പോലെയാണ്, നാടിന് മുഴുവൻ ഞാൻ തൊഴിൽ നൽകും, നാട്ടുകാർക്ക് മുഴുവൻ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയാവാനായിട്ട് കച്ചകെട്ടി നമ്മുടെ രാഹുൽ ഗാന്ധി ഛാത്രോം കി കുഞ്ചുമായിട്ട് നടക്കുകയാണ്. ഇവിടെ വരും, കേരളത്തിലും ഉടനെ എത്തും. നമുക്ക് അദ്ദേഹത്തെ വരവേൽക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.